ആരോഗ്യരംഗത്ത് ഒരു രോഗിയുടെ രോഗവിവരങ്ങൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രോഗവിവരങ്ങളും ഇതിന് മുൻപ് ചികിത്സിച്ച ചികിത്സാ വിവരങ്ങളും പരിശോധനാ ഫലങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധനയുടെ ഫലങ്ങളും ആരോഗ്യ വിവരങ്ങളും ചികിത്സാ വിവരങ്ങളുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നിയമപരമായി പല ആവശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള രേഖകൾ വേണം. പലപ്പോഴും ഇന്ത്യയിലെ സാധാരണ എല്ലാ ആശുപത്രികളിലും തന്നെ ഒരു പേഷ്യൻ്റ് ഫയലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് നോട്ട്സ്, ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ, പിന്നെ നഴ്സസിൻ്റെ റിപ്പോർട്ടുകൾ, വൈറ്റൽ സയൻസ് അതായത് BP, പൾസ്, ടെമ്പറേച്ചർ ഇതെല്ലാം രേഖപ്പെടുത്തിയ ചാർട്ടുകളെല്ലാം ഒരു ഫയലിൽ അടുക്കി ഫയൽ ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തരത്തിലുള്ള ഫയലുകൾ സൂക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടും അത് വളരെ ദീർഘകാലം ചികിത്സ തേടുന്ന രോഗികളിലെല്ലാം ഇത്തരത്തിലുള്ള ഫയലുകൾ സൂക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടും അവ എടുത്ത് പരിശോധിക്കുന്നതും പിന്നെ അവശ്യ സന്ദർഭങ്ങളിൽ നോക്കുന്നതിനെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഡിജിറ്റലൈസേഷൻ ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ വളരെയധികം വന്നത്. പാശ്ചാത്യ നാടുകളിൽ മെഡിക്കൽ ഡിക്റ്റേഷൻ ആൻഡ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലി വളരെയധികം പ്രചാരത്തിലായിരുന്നു. അതായത് ഒരു ഡോക്ടർ രോഗിയെ കണ്ടതിന് ശേഷം ആ രോഗിയുടെ രോഗവിവരങ്ങൾ ഒരു ചെറിയ റെക്കോർഡർ പോലെയുള്ള ഒരു മെഡിക്കൽ ഡിക്റ്റേഷൻ ഡിവൈസിലോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് റെക്കോർഡ് ചെയ്തിട്ട് ആ ഫയൽ ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലി ചെയ്യുന്ന ഒരു സെക്രട്ടറി അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റിൻ്റെ സഹായത്തോടെ അത് മുഴുവൻ ടൈപ്പ് ചെയ്ത് ഫയൽ രൂപത്തിലാക്കി കമ്പ്യൂട്ടറിൽ ശേഖരിക്കുന്നതാണ് മെഡിക്കൽ ഡിക്റ്റേഷൻ ആൻഡ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ജോലി. ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ്. കാരണം ഇത് സേവ് ചെയ്യണം, അത് കഴിഞ്ഞൊരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് അത് ഫയൽ അയച്ചു കൊടുക്കണം, അവരത് ട്രാൻസ്ക്രൈബ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം അത് തിരികെ കിട്ടുകയും അത് പിന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ അത് സേവ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് വോയിസ് ഡിക്റ്റേഷൻ വളരെ കൃത്യതയോടെ നടക്കുന്നതിനാൽ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ, മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പറയുന്ന വാക്കുകൾ വലിയ തെറ്റുകളില്ലാതെ തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്ത് ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ്. ഇത് ആരോഗ്യരംഗത്തുള്ളവർക്ക് വളരെയധികം ഉപയോഗപ്രദം ആണ് എങ്കിലും ഈ വോയിസ് ഡിക്റ്റേഷൻ ഇപ്പോഴും പല ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു iPad ഉപയോഗിച്ച് എങ്ങനെ വോയിസ് ഡിക്റ്റേഷൻ ചെയ്യാം എന്ന് നോക്കാം. iOS സോഫ്റ്റ്വെയർ അതായത് ആപ്പിൾ സോഫ്റ്റ്വെയറിൽ വോയിസ് ഡിക്റ്റേഷൻ വളരെ കൃത്യതയുള്ളതും മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ നമ്മൾ പറയുന്നതനുസരിച്ച് വാക്കുകളുടെ കൃത്യത കൂടിക്കൂടി വരുന്നതും ആണ്. ആദ്യമേ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ ജനറൽ ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറൽ ടാബിലെ കീബോർഡ് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൻ്റെ ഏറ്റവും താഴത്തായി എനേബിൾ ഡിക്റ്റേഷൻ എന്ന സ്വിച്ച് ഓൺ ചെയ്യുക. ഇനി നമുക്ക് വോയിസ് ഡിക്റ്റേഷൻ ചെയ്യേണ്ട വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്ത് ഇടത് ഭാഗത്തായി ഒരു മൈക്ക് എംബ്ലം കാണാം. ക്ലിക്ക് ചെയ്താൽ നമ്മൾ പറയുന്നത് കൃത്യമായി വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷനിലൂടെ ടെക്സ്റ്റായി ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. iPadൻ്റെ iOS സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു ഉപകാരം വോയിസിൽ പറയുന്നതിൻ്റെ സമയത്ത് തന്നെ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ കറക്റ്റ് ചെയ്യുവാനും ഒരേ സമയത്ത് തന്നെ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുവാനും അതിൻ്റെ കൂടെ ഡിക്റ്റേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇത് പലപ്പോഴും വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു ടെക്സ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് എളുപ്പമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. This is a sample test to demonstrate how voice dictation can be done on an iPad. Full stop. Mr. Thomas Matthew, 69 years, developed sudden onset weakness of the left upper and lower limb at 4:30 in the morning. He reached the emergency department at 6:30 in the morning. He was evaluated by the emergency room physician, and
stroke, comma. He was immediately shifted for a scan of the brain, full stop. Next line. He was considered for intravenous after excluding all possible contraindications and explaining the risk and benefit of the procedure to the relatives, comma. He was given intravenously 20 mg of post-injection, comma. He underwent angiogram of the neck vessels as well as the intracerebral vessels. No significant occlusion of the major vessels were noted. He was shifted to the intensive care unit. Treatment plan: monitor blood pressure every 2 hourly. Keep the blood pressure under 140/90. So this is a rough example of how voice dictation can be done. In between, when some difficult medical terms are used, and if you feel that the dictation may not be accurate, along with the dictation you can type in the words. If you do it repeatedly few times, next time when you dictate, the words will come correctly. So this is a very, very useful way of entering text, especially in the patient records of a patient. One of the main advantage of an iPad is, one is you can simultaneously use voice as well as typing along at the same time. And second is, the voice to text dictation or conversion seems to be much better in an iPad. Please share your comments and your opinions on this. See you next time with another episode of AI in Healthcare from the Healthcare Futurist. Thank you.